ഹലോ കൂട്ടുകാരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതിപ്പോൾ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞ ശേഷം വോയിസ് ഇടുന്നത്. ഞാൻ 2 പ്രാവശ്യം വോയിസ് ഇട്ടു. വീഡിയോയ്ക്ക് എന്തോ സംഭവിക്കുന്നു, പകുതി ഭാഗം കാണാനില്ല കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം മാറ്റിയാണ് വോയിസ് ഇടുന്നത് കേട്ടോ. ഇത് ഓണത്തിൻ്റെ തലേ ദിവസത്തെയും ഓണത്തിൻ്റെ അന്നത്തെയും വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഞാൻ 2 ദിവസത്തെ വീഡിയോയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഒരു വീഡിയോ ആക്കിയേക്കുന്നത് കേട്ടോ. ഭയങ്കര ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു വിധത്തിൽ കുറച്ചെടുത്തിട്ടുണ്ട്. കാരണം കാണുന്നവർക്ക് ബോറടിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഇടണം. ഇതിപ്പോൾ ഡ്രസ്സ് എടുത്തുകൊണ്ടുവന്ന വീഡിയോസാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോസും കടയത്തെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ മുന്നേ റീൽസായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് 2 നെയ്റ്റി എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് സെറ്റ് മുണ്ട്, ശ്യാമാട്ടൻ്റെ ഷർട്ട്, കുട്ടികളെ കുഞ്ഞാപ്പൂൻ്റെയും ചക്കരേൻ്റെയും പൊന്നൂസിൻ്റെ ഒക്കെ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഞങ്ങൾക്ക് മാത്രമാണ് കടയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. നെയ്റ്റി എന്ന് പറഞ്ഞാൽ എപ്പോൾ എടുക്കാൻ പോയാലും 2 എടുക്കും കേട്ടോ. 2 3 ഒക്കെ ആയിട്ടൊക്കെ എടുക്കും. പിന്നെ ശ്യാമാട്ടന് തോന്നുന്ന സമയത്തൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ നെയ്റ്റി. അന്നേരം ചക്കോടെ ഇരിക്കട്ടെ. അന്നേരം അമ്മേൻ്റെത് പിന്നെ അമ്മയ്ക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തത്. അമ്മേനോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കുന്ന കാര്യം. ഡ്രസ്സ് എടുക്കൽ എന്നാണ് എനിക്ക് നെയ്റ്റ് എടുക്കുന്നത്, അമ്മയ്ക്ക് അതേപോലെ നെയ്റ്റിയാണ് എടുക്കുക. കാരണം ഞങ്ങൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള നെയ്റ്റിയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കുഞ്ഞാപ്പൂൻ്റെ പാവാടിയും ബ്ലൗസാണ്. നമ്മൾ റീൽസൊക്കെ ഇട്ടതുകൊണ്ട് എല്ലാവർക്കും അറിയാം. കുഞ്ഞാപ്പൂൻ്റെ ഡ്രസ്സൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് വീഡിയോസ് എടുത്തപ്പോൾ ഒന്നിച്ചങ്ങോട്ട് എടുത്തു എന്ന് മാത്രം കേട്ടോ. പിറ്റേ അമ്മയ്ക്ക് ഡ്രസ്സ് കൊടുത്തതിൻ്റെ അമ്മ ഭയങ്കര സീനായിരുന്നു. അമ്മ അറിയാതെയാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. അമ്മ ഭയങ്കര സീനായിരുന്നു, കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ സെറ്റ് മുണ്ട് എടുത്തു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഒരുപാട് വിലേൻ്റെ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകുമോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് അമ്മയ്ക്ക്. അമ്മ എത്ര വേണമെങ്കിൽ നമ്മളെ സഹായിക്കും. അമ്മയ്ക്ക് നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയാലും തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടിയാലും മക്കൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ട് അമ്മ ഇത്ര വേണം പറഞ്ഞ് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അമ്മ തരൂ കേട്ടോ. ഞാൻ മിക്കവാറും ചോദിക്കും. മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ചില്ലറയ്ക്ക് അമ്മേൻ്റെ അടുത്ത് പോയി മേടിക്കാറുണ്ട്. ഞാനും മേടിക്കാറുണ്ട്, കുട്ടികളും മേടിക്കാറുണ്ട് കേട്ടോ. അന്നേരം ശ്യാമേട്ടനാണെങ്കിലും പണിയില്ലാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ അമ്മ വേഗം പൈസ എടുത്തുകൊണ്ട് കൊടുക്കും കേട്ടോ. അന്നേരം അതിനൊന്നും അമ്മ കണക്ക് വെക്കാറില്ല. പക്ഷെ നമ്മളെന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സീനാണ്. പിന്നെ ഇതിപ്പോൾ അച്ചച്ചൻ്റെ കൂടെ പോയിട്ട് മക്കൾ മേടിച്ചുകൊണ്ട് വന്നിട്ട്, അച്ചച്ചൻ എന്ന് പറഞ്ഞാൽ ശ്യാമേട്ടൻ്റെ അച്ഛൻ്റെ കൂടെ പോയിട്ട്, അതായത് ഇവരെ അച്ചച്ചൻ കേട്ടോ. അച്ചച്ചൻ അധികം വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടില്ല. അച്ചച്ചൻ അങ്ങനെ കാണിക്കാൻ പറ്റുന്ന അച്ചച്ചൻ അങ്ങനെ കാണിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ കിട്ടാറില്ല ആളെ. എപ്പോഴും രാവിലെ പോകും, വൈകുന്നേരം വരും. വൈകുന്നേരം വരുന്നത് ചിലപ്പോൾ നല്ല സീനായിട്ടൊക്കെ ആയിരിക്കും. അന്നേരം അങ്ങനെ കാണിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അച്ഛനെ കാണിക്കാത്ത. പഴയ കുറച്ച് റീൽസിലൊക്കെ അച്ഛനെ കാണിച്ചിട്ടുണ്ട് ഞാൻ, പഴയ വീഡിയോസിൽ കേട്ടോ. കുറേ മുന്നേ എടുത്ത വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അച്ഛനെ. അല്ലാണ്ട് അച്ഛനെ ഇങ്ങനെ കിട്ടൂല കേട്ടോ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും. അവിടെ കുറേ പൂക്കൾ മേടിച്ചിട്ടുണ്ട് ഇവർ. പല പല കളറ് റോസാപ്പൂ അതും ഇതായിട്ട് കുറേ പൂക്കൾ മേടിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് കുറേ പൂക്കൾ ബാക്കി വന്നു കേട്ടോ. അതിൽ ജമന്തി, റോസാപ്പൂവ്, മുല്ലപ്പൂവ്, ചെണ്ടുമല്ലി എന്ന് പറഞ്ഞ പോലെ കുറേ പൂക്കളുണ്ട്. 450 രൂപേൻ്റെ പൂവാണ് ഇവർ മേടിച്ചത്. വൈകുന്നേരം ആ സമയത്ത് നല്ല വിലയായിരുന്നു. 5 മണി ടൈമാണ്, എല്ലാവരും മേടിക്കുന്ന ടൈമല്ലേ. അവരെങ്ങനെ പോലും അവരെല്ലാവരും മേടിക്കണമെന്ന് കാണുമ്പോൾ എത്ര പൈസ വേണമെങ്കിലും കൂട്ടും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഉറങ്ങാൻ പോകും. അന്നേരം ആ മുല്ലപ്പൂവൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ കഴിഞ്ഞ് ഞാനും ചക്കരയും കൂടെ ലേശം പച്ച കളറിന് വേണ്ടിയിട്ട് നമ്മളെ വാഗേൻ്റെ ഇല പൊട്ടിക്കാൻ പോകട്ടെ. ഇതാകുമ്പോൾ നമുക്ക് അരിഞ്ഞിടുമൊന്നും വേണ്ട. അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. പച്ച കളറിന് നല്ല ഭംഗിയാണ് വാഗേൻ്റെ ഇല ഇടാൻ. ഞങ്ങളൊക്കെ പണ്ട് പച്ച കളറിലുള്ള ഇലകൾ പറിച്ചിട്ടാണ് അരിഞ്ഞിടൽ. ഞങ്ങളവിടേക്കൊന്നും ഇങ്ങനെ വാഗയൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വാഗേൻ്റെ ഇല പൊട്ടിക്കൽ തുടങ്ങിയത്. എളുപ്പമാണ്, വേഗം പറിച്ചിട്ട് തലേന്ന് തന്നെ പറിച്ചിട്ടുണ്ടോ. രാവിലേക്ക് പറിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. ഒരു വാട്ടം വന്നു കഴിഞ്ഞ് ഊരി എടുക്കുമ്പോൾ ഒരു ടെമ്പർ പോലെ ഉണ്ടാവും അല്ലേ, അങ്ങനെ കിട്ടൂല. പിന്നെ ഇതിൻ്റെ കളറലിയാണ് കേട്ടോ. ഇതിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഇതിൻ്റെ കളറലയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇത് ഈ കളറൊന്നല്ല കേട്ടോ. ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളറിലകൾ ഉണ്ടാവും. പൂക്കളെക്കാളും കൂടുതൽ നല്ല ഭംഗിയുള്ള ഇലകൾ ഉണ്ടാവും കേട്ടോ. ഇപ്പം അങ്ങനത്തെ ഇലകളൊന്നും അങ്ങനെ കാണണില്ല. പറിക്കാൻ പോകാൻ ആർക്കും നേരമില്ല. അതാണ് പ്രശ്നം. നമ്മളെവിടെ അന്വേഷിച്ച് പോകുന്നില്ല പറിക്കാൻ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എല്ലാവരും എളുപ്പത്തിന് വേഗം കടയിൽ പോവുക, മേടിക്കുക, ഇടുക, അത്രമാത്രം. പൂ അന്വേഷിക്കാനോ പറിക്കാനോ ഒന്നും ആരും നടക്കണില്ല. പക്ഷേ ഇപ്പോൾ പൂക്കളും കുറവാണ് കേട്ടോ. പണ്ടൊക്കെ അരിപ്പൂവ് ഉണ്ടാവും, ഈ കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയും. വെയിലിൽ കൂടിയൊക്കെ മഞ്ഞ, റോസ്, ചുവപ്പ്, വെള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കൊങ്ങിണിപ്പൂവൊക്കെ കിട്ടും. ഇപ്പം അങ്ങനത്തെ കൊങ്ങിണിപ്പൂവൊന്നും കിട്ടാനില്ല, കാണാനില്ല. ഞങ്ങളെ വെയിലിൽ തന്നെ ഒരു ചെടി അങ്ങാണ്ടുണ്ട്. അതിലാണ് ഇത്തിരി പൂവൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ മഞ്ഞപ്പൂവാണ് കേട്ടോ. ഈ പൂവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവുകൊണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടവരാണ് എല്ലാവരും. പിന്നെ ലോങ് വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഞാനതിൽ പാട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്, ഒന്നും പറഞ്ഞില്ല. ഇതിപ്പോൾ നമ്മളെ വെയിലിൽ കൂടെയൊക്കെ എല്ലാവരും പറമ്പിലൊക്കെ ഉണ്ടാവും. ഈ നാട്ടിൻ പുറത്താണെങ്കിൽ സിറ്റിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ പൂവ് ഇങ്ങനെ ഉണ്ടാവും. ഈ പൂവ് ഇല്ലി പറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇല്ലി പറക്കൽ കുറച്ച് റിസ്ക്കാണ്. അന്നേരം പൊന്നൂസ് അത് അവിടെ ഇരുന്ന് പറക്കുന്നുണ്ട്. 3 ആളും കൂടെ ഭയങ്കര സ്നേഹത്തിൽ ഇരുന്നിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ഈ സ്നേഹം 5 നിമിഷം മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ.
5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ സ്നേഹം മാറി അവിടെ ഒരു വലിയ ലഹള നടക്കുന്നതായിരിക്കും കേട്ടോ. അതായത് ഞാൻ അടുക്കളയിൽ ഓരോ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇവരിവിടെ നിന്നെല്ലാം വൃത്തിയാക്കേണ്ടത്. രാവിലെ എന്താ വെച്ചാൽ എല്ലാത്തിനും കൂടെ സമയം കിട്ടൂല. ഇതിപ്പോൾ അച്ഛൻ വന്നപ്പോൾ എന്താ, അതായത് ശ്യാമേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടത്. ശ്യാമേട്ടൻ്റെ ഫ്രണ്ടും കൂടെ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. മാനന്തവാടിയാണ് പോയവർ. അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. അവിടെ ആകുമ്പോൾ വിലക്കുറവുണ്ട് കേട്ടോ പൂവിന്. മാനന്തവാടി ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ വരുമ്പോൾ. അത് നല്ല വിലക്കുറവിലും കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു കേട്ടോ. അത് അതിൻ്റെ അകത്തുനിന്നും പിന്നെയും ഞങ്ങൾ എടുത്തു. ശ്യാമേട്ടൻ സെപ്പറേറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പൂക്കൾ എന്ന് പറഞ്ഞാൽ പൂക്കളെ മേളായി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാം കൂടി ഇഷ്ടം പോലെ പൂക്കളായി. അന്നേരം കുറച്ച് അവൻ അങ്ങോട്ട് കൊണ്ടുപോയി, അവൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോയി കുറച്ച് ഇവിടെയും വെച്ചിട്ട് പോയിട്ടോ. അന്നേരം മഞ്ഞപ്പൂവിന് ഇതാതെ ഇല്ലി പറിച്ചെടുക്കുമ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇല്ലി പറിച്ചെടുക്കുമ്പോൾ ചെണ്ടുമല്ലീൻ്റെ ഒക്കെ ഒരു ചെറിയ മോഡൽ പോലെ നല്ല ഭംഗിയാണ് കാണാൻ. ടൗണിൽ കൊണ്ടുവന്ന പൂവൊക്കെ നല്ല ഫ്രഷ് പൂവായിരുന്നു കേട്ടോ. ഒരു കേടുപാടുകളും സംഭവിക്കാതെ നല്ല പൂവ്. താല്പര്യം മേടിച്ചാൽ കുറച്ചൊക്കെ ഒരു വാട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വാഗേൻ്റെ ഇലയും കൊണ്ട് ചക്കര പറിച്ച് ഹൃദയമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് കൊളാക്കിയതിന് രണ്ടും കൂടെ അവിടെ അടിയാവുന്നുണ്ട് കേട്ടോ. അതായത് ഇത് മുഴുവൻ ഇവർ വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ രാത്രി കിടന്നത്. കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും വൃത്തിയാക്കലും ഇടലും കൂടെ സമയം കിട്ടൂല. സമയം ഒരുപാട് പോകും. അതായത് ഇവരിത് അവിടെ റെഡിയാക്കുന്ന നേരം കൂടി ഞാൻ കറിയൊക്കെ പച്ചടി വെച്ചു, കാളം വെച്ചു, പുളിയിഞ്ചി ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പച്ചടി എന്ന് പറഞ്ഞാൽ പൊന്നൂൻ്റെ ഫേവറേറ്റ് ആണ് പച്ചടി. അറിയില്ല. പിന്നെ പുളിയിഞ്ചി ഇവിടെ വെച്ചാൽ പാത്രം കാലിയാവുമെന്ന് അറിയില്ല കേട്ടോ. പാത്രം വേഗം ഇവിടെ കാലിയാവും. നമുക്ക് സദ്യ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കൊന്നും അധികം ബാക്കിയൊന്നും നമുക്കിവിടെ വരില്ല. നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ അങ്ങോട്ട് കാലിയാക്കും കേട്ടോ. ഇത് തിരുവോണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ വീഡിയോ ആണിത്. രാവിലെ ഞാൻ 5 മണിക്ക് എണീറ്റായിരുന്നു. 5 മണിക്ക് എണീറ്റ് 5:30 ആയപ്പോഴത്തേക്ക് ഒരു അരിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അരിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ. അന്നേരം അച്ഛനും മക്കളും ഇന്നിപ്പോൾ വിളിയൊന്നും ഇല്ലാണ്ട് നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ മക്കളിതാ കുഞ്ഞാപ്പ് അടക്കം ഇന്ന് 5:30 മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് പൂവിടേണ്ട കമ്പത്തിലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വിളിക്കുക പോലും ചെയ്യാതെ എണീറ്റ് വന്നിട്ടുണ്ട്. പൂവൊക്കെ നല്ല ക്ലീനാക്കി വെച്ചതുകൊണ്ട് ഇവർക്ക് രാവിലെ എളുപ്പത്തിലായിരുന്നു. പണികൾ വേഗം നടന്നു. കുഞ്ഞാപ്പ് ഇവർ പറിച്ചു വെച്ച ഇലയും ഓറഞ്ച് പൂവും ആ ചെണ്ടുമല്ലിയും കൂടെ മിക്സാക്കി വെച്ചായിരുന്നു കേട്ടോ രാത്രിയിൽ കുറേ ഭാഗത്തേക്ക്. അത് ഇവർ വരച്ചൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അത്തടാൻ പ്ലാനൊക്കെ ചെയ്തത്. പ്ലാനൊക്കെ ലാസ്റ്റ് ചീറ്റിപ്പോയി. വരച്ച രീതിയിലൊന്നും വന്നില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രം വരച്ച രീതിയിൽ വന്നു. ബാക്കിയൊക്കെ വേറെ രീതിയിൽ വന്നു. ലാസ്റ്റ് ഡിസൈനൊക്കെ മാറിപ്പോയി. അത്തപ്പൂക്കളത്തിൽ മാത്രം രാവിലെ ഞാനൊന്നും ചെയ്യാൻ പോകാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് സമയം കിട്ടൂല. അച്ഛനും മക്കളും തന്നെയാണ് എല്ലാ വർഷവും ചെയ്യൽ. ഇവർ പൊന്നൊക്കെ വലുതാകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നുകൊണ്ട് ഹസ്ബൻഡിൻ്റെ അനിയനും കൂടിയാണ് കേട്ടോ ചെയ്യൽ. ഞങ്ങളാരും ഇതിലങ്ങനെ കൈ കടത്താറില്ല. രാവിലത്തെ തിരക്ക് അതുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. മക്കൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പൂക്കൾ ഇടാൻ അവർക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇവിടെ പിന്നെ ഇവർ 3 ആളും മതി, വേറെ ആരും വേണ്ട. ഇപ്പോൾ കുഞ്ഞാപ്പും കൂടെ വലുതായി കഴിഞ്ഞാൽ അവർ റെഡി അല്ലേ. കുഞ്ഞാപ്പും കൂടെ വലുതായി കഴിഞ്ഞാൽ കുഞ്ഞാപ്പൂ അത്തടും. കുഞ്ഞാപ്പൂ ഇവിടെ എൻ്റെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂ ഒച്ചയിടാതിരിക്കാൻ വേണ്ടി ഇവർ അവിടെ അകത്ത് പോയി കിടന്ന് കഥ പറയുന്നു. ആ നേരം കൂടെ ഞാൻ വോയിസ് ഇടാൻ വന്നേ. വോയിസ് 3 പ്രാവശ്യം ഇട്ടിട്ടും പകുതി നോക്കും, പകുതി വീഡിയോസ് കാണാനില്ല. എന്താ സംഭവിച്ചു പോയെന്നറിയില്ല. ഞാൻ നമ്മളെ ഫയലിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആക്കിയിരുന്നു. അതിൻ്റെ കൂടെ വീഡിയോ ഡിലീറ്റ് ആയി പോയതാണ്. എന്താ സംഭവം എന്നറിയില്ല. പകുതി വീഡിയോസ് അതിൽ കാണുന്നില്ല വോയിസ് ഇട്ട് വന്നപ്പോൾ. എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു ഡിലീറ്റ് ആക്കാൻ പോയത്. അന്നേരം അതിൻ്റെ കൂടെ പോയി തോന്നുന്നു. പിന്നെ വിളക്കെത്തിക്കാനാണ് ഞാൻ പോയത്. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്തത പൂർണ്ണ രൂപത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ അത്തത്തിൻ്റെ ലാസ്റ്റ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. നമ്മളെ കോലായിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത്തം. നമുക്ക് അങ്ങോട്ട് നടക്കണമെങ്കിലുള്ള വഴി മാത്രമേ വാതുക്കലുള്ളൂ. പിന്നെ ഇവിടെ അക്കോറി ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് നീട്ടിയിടാൻ പറ്റില്ല. അന്നേരം ഇത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഹാപ്പി ഓണം എഴുതാനുള്ള സ്ഥലമൊന്നുമില്ല. മുറ്റത്താണ് ഇവർ ഹാപ്പി ഓണം വെച്ചിട്ടുള്ളത്. മുറ്റത്ത് ഒരു അത്തിട്ടിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് നിന്ന് നമുക്ക് അധികം ഇങ്ങോട്ട് ഇടാൻ സ്ഥലമില്ല. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ശ്യാമേട്ടന് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റില്ല, നമുക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആപ്പാടെ ഒരു കുഞ്ഞു വഴി മുറ്റല്ലേ നമുക്കുള്ളൂ. നേരെ പുതിയ വീടൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പുതിയ വീട് വെച്ചിട്ട് വേണം നമുക്ക് എന്താക്കണം, വലിയ അത്തം നല്ല അടിപൊളി, ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ടൊക്കെ ഇടാൻ വലിയ മുറ്റം ഉണ്ടാക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ മുറ്റം അടിച്ചു വരാനൊക്കെ പാടാണ്. എന്നാലും വലിയ മുറ്റം വീടിന് ഏറ്റവും ഐശ്വര്യമുള്ളതാണ് അല്ലേ. നല്ല അടിപൊളി മുറ്റമുള്ളത്. അതായത് ബാക്കി പൂക്കളുണ്ട്. ആ പൂക്കളും കൊണ്ട് അവരവിടെയും വേറെ അത്തം ഇടുന്നുണ്ട്. അമ്മേൻ്റെ അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കണം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവർ. ഇതിപ്പോൾ മുറ്റത്തിട്ട് അത്താണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, അത് മുറ്റത്ത് തത്താണ്ടോ. മുറ്റത്തും വലുതാക്കി ഇടാൻ പറ്റൂല, ഈ ഒരു വലിപ്പത്തിലേ ഇടാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അകത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത്. അകത്ത് എൻ്റെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് പിന്നെ ഇവരാരും ഒരു സഹായത്തിനും ആരും എത്തൂല.
അത് നമ്മളെ ഏരിയ മാത്രമാണ്. അവിടെ ഒരു കാര്യത്തിനും അച്ഛനും മക്കളും വരില്ല കേട്ടോ. അത് നമ്മൾ തന്നെ ചെയ്യണം. ഞാനുണ്ട്. കുഞ്ഞാപ്പൂ എൻ്റെ മടിയിലിരിക്കുന്നുണ്ട്. ഞാൻ രാത്രി 2-3 കൂട്ടം കറികൾ വെച്ചോണ്ട് തന്നെ രാവിലെ സാമ്പാർ വെച്ചു, കൂട്ടുകറി വെച്ചു, ഉപ്പേരി വെച്ചു, പപ്പടം, അങ്ങനെയുള്ള സംഭവങ്ങളാണ് രാവിലെ ചെയ്തത്. പായസം ഇങ്ങനെയൊക്കെയുള്ളത്. സാമ്പാറിനൊക്കെ വറുത്തിടുന്നുണ്ട്. ഞാൻ കൂട്ടുകറിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വറുത്തിടൽ സാമ്പാറിനും കൂട്ടുകറിക്കും കൂടെ ഒന്നിച്ചാണ് കേട്ടോ വറുത്തിടുന്നത്. നമ്മൾ കൂട്ടുകറി എപ്പോഴും വെക്കുമ്പോൾ ലേശം തേങ്ങാക്കൊത്ത് വറുത്തിടുമ്പോൾ കൂട്ടുകറിക്ക് ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയായിരിക്കും എല്ലാവരും ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ചിരകിയ തേങ്ങയും വറുത്തിടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം കേട്ടോ. സദ്യയിൽ എൻ്റെ ഫേവറേറ്റ്, എൻ്റെയും ചക്കരേൻ്റെയും ഫേവറേറ്റാണ് കൂട്ടുകറി പുളിയിഞ്ചി കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഫേവറേറ്റാണത്. പിന്നെ പച്ചടി പുളിയിഞ്ചിയാണ് പൊന്നൂസിൻ്റെ ഫേവറേറ്റ്. പച്ചടി എത്ര കിട്ടിയാലും ഇവിടെ വേഗം തീരും. പുളിയിഞ്ചി അതുപോലെ വേഗം തീരും കേട്ടോ. അതായത് ഇത്രയൊക്കെയാണ് ഞങ്ങളെ സദ്യാ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാളനുണ്ട്, ഒരു കൂട്ടുകറിയുണ്ട്, ഒരു പുളിയിഞ്ചി ഉണ്ട്, സാമ്പാറുണ്ട്, ഉപ്പേരിയുണ്ട്, പപ്പടമുണ്ട്, പച്ചടിയുണ്ട്, പായസമുണ്ട്, അച്ചാറുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിനേക്കാളും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇത്രയൊക്കെ വെച്ചിട്ടുള്ളൂ. നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അന്നേരം മക്കൾക്ക് എന്തായാലും ചെറിയ സദ്യ ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നുള്ളൊരു ഇതിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരമ്മയും ഞങ്ങളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നിലത്ത് പായൊക്കെ ഇട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അന്നേരം ഞാൻ വീഡിയോ എടുക്കണത്, അന്നേരം എന്നെ കാണാൻ ഞാൻ അത് സെൽഫി എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ കാണാൻ പറ്റൂല. അന്നേരം ഇവരുടെ അമ്മനെ കാണിക്കുക എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ സെൽഫി എടുക്കുന്നത് കേട്ടോ. ശ്യാമാട്ട ഷർട്ട് ഇട്ടിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ശ്യാമാട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു അച്ഛൻ മരിച്ചത്. എന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പോയിക്കൊണ്ട് നല്ലൊരു അടുപ്പുള്ളൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അന്നേരം അവർ മരിച്ചു. പിന്നെ ഉച്ചൻ്റെ ശേഷം ഞങ്ങൾ ആരും എവിടെയും പോയില്ല. ശ്യാമാട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ പോയിട്ടില്ല കേട്ടോ. എന്തോ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും അങ്ങനെയായി. പിന്നെ ശ്യാമാട്ട അവിടെ പോയിട്ടൊക്കെ വരുമ്പോൾ കുറേ നേരമായി. അവരെ പിന്നെ പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസമാണ് മരിപ്പെടുത്തത്. ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് മരിപ്പെടുത്തത്. 11 മണിയായപ്പോൾ ദഹിപ്പിക്കലായിരുന്നു കേട്ടോ. അതിനൊക്കെ ശ്യാമാട്ടൻ അങ്ങനെ പോയി. ഞാൻ കുഞ്ഞാപ്പൂനെയും കൊണ്ട് പോകേണ്ടതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വേഗം വരിക ചെയ്തത്. പിന്നെ നിന്നോ കാര്യങ്ങളും ചെയ്തില്ല, മോളുള്ളത് കൊണ്ട്. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണത്. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഉറുമ്പിനൊരു സദ്യ കൊടുക്കാം കേട്ടോ. ഉറുമ്പിന് സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസം കൊടുക്കാം. ഉറുമ്പിന് പായസം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പായസം വെക്കണില്ല. ഇത് തേങ്ങാപ്പീരിയാണ് കേട്ടോ. നമ്മൾ പായസത്തിന് എടുക്കൂലേ. ഞങ്ങൾ സേമിയ പായസമാണ് വെച്ചത്. തലേ ദിവസം ഞാൻ എടുത്ത് വെച്ചാണ്. തലേ ദിവസം ചെറുപയർ പരിപ്പിൻ്റെ പായസം വെച്ചായിരുന്നു. അതിനെടുത്ത തേങ്ങാപ്പീരിയാണ് കേട്ടോ. കാരണം ഞാൻ പാൽപ്പായസം കുടിക്കൂല. എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച പായസമേ എനിക്കിഷ്ടമുള്ളൂ. അതുകൊണ്ട് തലേ ദിവസം എനിക്ക് വേണ്ടി വെച്ചായിരുന്നു. ഇവർക്ക് അച്ഛനും മക്കൾക്കും വലിയ താല്പര്യം അതിനോടില്ല. എന്നാലും കുടിക്കുന്നു മാത്രം. എനിക്ക് അതിനോടാണ് താല്പര്യം കൂടുതലും കേട്ടോ. അതിനുള്ള തേങ്ങാപ്പീര ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ലേശം മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ തേങ്ങാപ്പീര. അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വാഴൻ്റെ ഇല മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോ തിരിയും കൂടെ ഇട്ട് കത്തിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉറുമ്പിന് സദ്യ കൊടുക്കുക. കാരണം ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇതെൻ്റെ അമ്മമ്മ പണ്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ്. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവോ ചെയ്തിട്ടുണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ വിളക്കിൻ്റെ തിരി എടുക്കുന്നുണ്ട്. വിളക്കിൻ്റെ തിരിയെടുത്ത് ഒന്ന് നനച്ചിട്ട് ഒന്ന് തിരി കത്തിച്ച് കൊടുക്കുക. പെട്ടെന്ന് കെട്ടുപോകും. നമ്മൾ ചെറിയ തിരിയാണ് വെക്കണേ. കാരണം നമ്മളൊരു ബഹുമാനാർത്ഥം വിളക്ക് തിരി വെച്ചിട്ട് കൊടുക്കണമെന്ന് മാത്രം. നമ്മളെന്താ വെച്ചാൽ ഒരു സദ്യ ഇത് കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തിരി വെക്കുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ചോദിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു. ഞാനത് ചോദിച്ചിട്ടില്ലായിരുന്നു എൻ്റെ കാരണവന്മാരോട്. പക്ഷേ എൻ്റെ മക്കളത് ചോദിച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരു ബഹുമാനാർത്ഥം വെക്കുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. തിരി ഞാൻ പുറത്ത് പോയിട്ടാണ് കത്തിക്കുന്നത്. വേഗം തിരി കത്തിപ്പോവും. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയിട്ടാണ് കത്തിക്കുന്നത്. എൻ്റെ ചെരുപ്പാണ് അവിടെ നടക്കുന്നത് കേട്ടോ. തിരി നമ്മളിവിടെ ലാമ്പിലാണ് കത്തിക്കുന്നത്. തീപ്പെട്ടിയിലാണ് വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഞാൻ ലാമ്പിലാണ് കത്തിക്കുന്നത്. തീപ്പെട്ടി കൊണ്ടുവച്ചാൽ കുഞ്ഞാപ്പ് സൈസാക്കോളം കണ്ണെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീപ്പെട്ടി ഇവിടെ കാണൂല കേട്ടോ. അതുകൊണ്ടാണ് തീപ്പെട്ടി കൊണ്ടുവയ്ക്കാത്തത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നായിട്ടോളം ഉരച്ചിട്ടായിട്ട് അഥവാ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അതും സീനാവും. അതുകൊണ്ടാണ് തീപ്പെട്ടി അധികം കൊണ്ടുവയ്ക്കാത്തത്. എത്ര കണ്ണ് താത്തെടുത്ത് കൊണ്ടുവച്ചാലും ആളെങ്ങനെയും തപ്പി കണ്ടുപിടിക്കും. ഇതാ സന്ധ്യ ഒരു 6:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. 6:30 കഴിഞ്ഞിട്ടുണ്ട്. സന്ധ്യ മയങ്ങി വരുന്നുണ്ട്. വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അതായത് നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പരമാവധി. നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴാണ് നമ്മളെ വീഡിയോസ് കാണുന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ.
വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ മൊത്തത്തിൽ കത്തിച്ചിട്ട് നമ്മൾ വീടിൻ്റെ ഓരോ മൂലകളിൽ കൊണ്ടുവയ്ക്കണം. പുറത്താണ് കേട്ടോ വെക്കുക, അകത്ത് വെക്കാറില്ല. പുറത്ത് വീടിൻ്റെ ഓരോ മൂലകളിൽ കൊണ്ടുവയ്ക്കുക കേട്ടോ. കൊണ്ടുവച്ചുകഴിയുമ്പോൾ ഉറുമ്പുകൾ അത് വന്ന് തിന്നും. കാരണം ഞാൻ കണ്ടു ഉറുമ്പുകൾ വന്ന് തിന്നണത്. ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്കും ചില ഇലകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ചില ഇലകളിൽ നിറച്ച് ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ ഓരോ മൂലകളിലും അതിങ്ങനെ കൊണ്ടുപോയി വെക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇങ്ങനെ ചെയ്യലുണ്ടോ അതോ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യലുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. വീടിൻ്റെ ഓരോ മുക്കിനും മൂലയിലും ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. സന്ധ്യ ആയിട്ടുണ്ട്, ഇരുടായി തുടങ്ങി. ഞങ്ങൾക്ക് വെച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഇരുടായി തുടങ്ങി. ബേക്കിലൊന്നും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങളിങ്ങനെ ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നാട്ടിൻ പുറത്തുകാരുടെ ഓണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. മിക്ക നാട്ടിൻ പുറത്തുകാരുടെ ഓണവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതേ രീതികളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മറത്തും കൂടെ വെക്കണം. ഇനി ഉമ്മറത്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ 10 എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ 4 മൂലയ്ക്കാണ് അധികം വെക്കുക. ഞാൻ പിന്നെ നമുക്ക് അധികം ഉറുമ്പിനെ കാണുന്ന ഏരിയയിലൊക്കെ ഞാൻ വെച്ചു. ഇടയ്ക്ക് ഉറുമ്പിനെ കാണുന്ന ഏരിയയിലൊക്കെ വെച്ചു എന്നുള്ളൂ. എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്.